Hello all. As told before, we can move to the next video, that is moving coil instruments. There are two types of moving coil instruments. What are they? One is permanent magnet moving coil instrument or PMMC instrument, and the next one is dynamometer type instrument. So in general, when we are speaking about moving coil instrument, we will be first of all thinking about permanent magnet moving coil instrument. Okay. Permanent magnet moving coil instrument it can be used only for direct current or voltage measurements. Most accurate ആണ് ഈ മെത്തേഡ്. കാരണം എന്തുകൊണ്ടാണ് മെഷർ ചെയ്യുന്ന സമയത്ത് പ്രൊപ്പോർഷണാലിറ്റി deflection will be proportional to the current, therefore uniform scale ആയിരിക്കും. It is more popularly known as d'Arsnoval movement എന്നും കൂടെ പേര് വിളിക്കാറുണ്ട്. Okay. The next is dynamometer type. It can be used on either alternating current or direct current. അതിന് നമുക്ക് ട്രാൻസ്ഫർ ഇൻസ്ട്രുമെന്റ്സ് എന്ന് നമ്മൾ വിളിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അതായത് അത് ഡയറക്റ്റ് വോൾട്ടേജോ കറണ്ടോ മെഷർ ചെയ്യാനായിട്ടും ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജോ കറണ്ടോ മെഷർ ചെയ്യാനായിട്ടും വിളിക്കാൻ പറ്റും. ഏത് ടൈപ്പ് ആണെങ്കിൽ ഡൈനാമോമീറ്റർ ടൈപ്പ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷേ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ PMMC ഇൻസ്ട്രുമെന്റ് ആണെങ്കിലോ നമുക്ക് AC മെഷർ ചെയ്യാൻ പറ്റില്ല, DC മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, then permanent magnet moving coil instruments. അത് വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ദി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്ട്രെച്ച് ദി 3 fingers of your left hand in 3 mutually perpendicular direction. When the first finger represents the field, thumb represents the direction of motion and the middle finger represents the direction of current. അതാണ് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിളാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ PMMC ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിന് എന്തൊക്കെ കമ്പോണൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സബ് ഡിവിഷൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ അയൺ കോർ കോയിൽ മൗണ്ടഡ് ഓൺ ബെയറിംഗ്സ് ബിറ്റ്വീൻ പെർമനന്റ് മാഗ്നറ്റ്. എന്താണ്? അയൺ കോർ കോയിൽ മൗണ്ടഡ് ഓൺ ബെയറിംഗ്സ് ബിറ്റ്വീൻ പെർമനന്റ് മാഗ്നറ്റ്. അപ്പോൾ ഈ ഫിഗർ ഞാൻ കാണിച്ചു തരാം. അയൺ കോർ കോയിൽ മൗണ്ടഡ് ഓൺ, ഇത് ഈ അയൺ കോർ കോയിൽ ബെയറിംഗ്സിന്റെ മുകളിൽ, താഴെ മേലെയും ബെയറിംഗ്സിന്റെ മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത്. എന്തിന്റെ ഇടയ്ക്കാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് മൗണ്ട് ബിറ്റ്വീൻ പെർമനന്റ് മാഗ്നറ്റ്. ഐ വിൽ റിപ്പീറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ, എന്താ നമ്മൾ പറഞ്ഞത്? അയൺ കോർ കോയിൽ മൗണ്ടഡ് ഓൺ എ ബെയറിംഗ്, ഓൺ എ സെറ്റ് ഓഫ് ബെയറിംഗ് അല്ലെ? ഇവിടെ ഒരു ബെയറിംഗും ഇവിടെ ഒരു ബെയറിംഗ്, സെറ്റ് ഓഫ് ബെയറിംഗിന്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ പെർമനന്റ് മാഗ്നറ്റ്. It consists of an iron core coil mounted on bearings between permanent magnet. It consists of very fine insulated wires of many turns. Very fine insulated wires of many turns is used. കുറേ insulated wire ഉണ്ട്, thin turns ഉണ്ട്. വെരി ഫൈൻ ഇൻസുലേറ്റഡ് വയറുള്ള ടേൺസ് വെച്ചിട്ടാണ് ഇതിന്റെ മുകളിൽ നമുക്ക് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഈ ഫിഗറിന്റെ മുകളിലും അത് ക്ലിയർ ആണ് കേട്ടോ, അല്ലേ? ഇത് എന്താ വെച്ചാൽ ഈ പടം കാണിച്ചത് പെർമനന്റ് മാഗ്നറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എക്സാമിന് ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു സിംപ്ലിഫൈഡ് ഫിഗർ വരയ്ക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, നോട്ടിനകത്തും ഫിഗർ വരച്ച് തന്നെ പഠിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരയ്ക്കാൻ കിട്ടില്ല. The coil is wound on an aluminum bobbin which is free to rotate by about 90 degree. അപ്പോൾ കോയിൽ നമുക്ക് എന്തിന്റെ മുകളിൽ? ഒരു അലുമിനിയം ബോബിന്റെ മുകളിൽ കോയിൽ വൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് 90 ഡിഗ്രി തിരിയാൻ പറ്റുന്ന ഫ്രീഡം ഉള്ള, ഒരു 90 ഡിഗ്രി തിരിയാൻ ഫ്രീഡം ഉള്ള ഒരു അലുമിനിയം ബോബിന്റെ മുകളിലാണ് നമ്മുടെ ഈ കോയിൽ വൗണ്ട് ചെയ്തേക്കുന്നത്. ഇനി ആ കോയിലിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് എന്തുണ്ട്? ഒരു പോയിന്റർ ഉണ്ട്. കോയിലിനോട് അറ്റാച്ച് ചെയ്തിട്ട് പോയിന്റർ ഉണ്ട്. ആ പോയിന്റർ ഒരു സ്കെയിലിന്റെ മുകളിൽ തിരിയും. പോയിന്റർ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു കോയിൽ ഒരു പോയിന്ററിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പോയിന്റർ ക്യാൻ ഫ്രീലി മൂവ് ഓൺ എ സ്കെയിൽ ഡിപ്പെൻഡിങ് ഓൺ ദി എമൗണ്ട് ഓഫ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മേലെയും താഴെയും ഹെയർ സ്പ്രിംഗ് കാണാം. ദിസ് ഇസ് കോൾഡ് ലോവർ ഹെയർ സ്പ്രിംഗ് ആൻഡ് ദിസ് ഇസ് കോൾഡ് അപ്പർ ഹെയർ സ്പ്രിംഗ്. ഓക്കെ, സോ ഇറ്റ് ഇസ് ക്ലിയർ. അയൺ കോർ ഉണ്ട്, നമുക്കൊരു കോയിൽ വൗണ്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഒരു പോയിന്റർ ഉണ്ട്, അലുമിനിയം ബോബിൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതൊരു സ്കെയിൽ കാണാം, ഒരു പോയിന്റർ മൂവ് ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ അപ്പർ ഹെയർ സ്പ്രിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ലോവർ ഹെയർ സ്പ്രിംഗ്, അപ്പർ ഹെയർ സ്പ്രിംഗും ലോവർ ഹെയർ സ്പ്രിംഗും കാണാം. 2 hair springs, one at the top and the other at the bottom, were attached to assembly and serves 2 purposes. എന്തൊക്കെയാണ് ഈ ഹെയർ സ്പ്രിംഗിന്റെ പണി? എന്താണ്? 1 is to provide path for the current, other is for providing controlling torque. 2 വർക്കാണുള്ളത് ഇതിന് മെയിനായിട്ട്. 1 കറണ്ടിനുള്ള പാത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും 2 കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ അതിന്റെ ഫിഗർ നമ്മൾ കാണിച്ചു. എന്താണ്? നമുക്കൊരു അയൺ കോർ ഉണ്ട്, അയൺ കോറിന്റെ മുകളിൽ ഒരു കോയിൽ ചുറ്റിയിട്ടുണ്ട്. കോയിൽ പെർമനന്റ് മാഗ്നറ്റിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് താഴെയും മേലെയും ഹെയർ സ്പ്രിംഗ് ഉണ്ട്. 2 ഹെയർ സ്പ്രിംഗിന്റെ ഓരോ സെപ്പറേറ്റ് പണിയുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അലുമിനിയം ബോബിന്റെ മുകളിൽ ചുറ്റി വെച്ചിട്ടുണ്ട്.
അതുപോലെ തിൻ വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ മുകളിലേക്ക് ഒരു പോയിന്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പോയിന്റർ സ്കെയിലിന്റെ മുകളിൽ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കോർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കോർ ഇസ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് അയൺ. കോർ ഇസ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് അയൺ. മാഗ്നറ്റിക് പോൾസ് ആൻഡ് അയൺ കോർ ആർ സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ്. മാഗ്നറ്റിക് പോളും അയൺ കോറും എന്ത് ഷേപ്പിലാണ്? അപ്പോൾ ഇവിടെ നിങ്ങളുടെ അതിനകത്ത് ലെഫ്റ്റ് എക്സ്ട്രീമിൽ ഫിഗർ നോക്കിയാൽ കാണാം, അതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. അങ്ങനെ കൊടുക്കുന്നതിന് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ്? ഫസ്റ്റ്ലി ദ ലെങ്ത് ഓഫ് ദി എയർ ഗ്യാപ്പ് ഇസ് റെഡ്യൂസ്ഡ്. അപ്പോൾ എന്താണ് ആദ്യത്തെ ഗുണം? എയർ ഗ്യാപ്പിന്റെ ലെങ്ത് കുറയും, അപ്പോൾ ഫ്ലക്സ് ലീക്കേജ് മിനിമൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്ലക്സ് ലീക്കേജ് 0 ആവാൻ പറ്റും. ഒരു അഡ്വാൻറ്റേജ്. സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള കോറിനും മാഗ്നറ്റിക് പോളും കോറും സിലിണ്ട്രിക്കൽ ഷേപ്പ് ആവുന്നതിന്റെ രണ്ട് അഡ്വാൻറ്റേജ് ആണ്. ഒന്ന്, the length of the air gap is reduced, which means the flux leakage will be reduced. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണ്? Secondly, the iron core helps in making the field radial in air gap, which ensures uniform magnetic field. അപ്പോൾ ഇതിന്റെ ഫീൽഡ് റേഡിയൽ ആയിരിക്കും, എല്ലാ ഭാഗത്തും ഒരേപോലെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്ന രീതിയിൽ. അതായത് എങ്ങോട്ട് തിരിയാൻ വെച്ചാലും ഒരു യൂണിഫോം ആയിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്ന പോലെയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. ദിസ് വേ the angle of deflection is proportional to the current in the coil. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ തീറ്റ എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? കോയിലുള്ള കറണ്ടിനോട് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് നാച്ചുറലി ഊഹിക്കാം സ്കെയിൽ എങ്ങനെയായിരിക്കും? യൂണിഫോം സ്കെയിൽ ആയിരിക്കും. ഞാനിവിടെ മൂവിംഗ് ആൻഡ് ഇൻസ്ട്രുമെന്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന് സ്കെയിൽ യൂണിഫോം ആയിരിക്കും. ആ ഉദ്ദേശിക്കുന്നത് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ഇൻ ജനറൽ ലാബിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പെർമനന്റ് PMMC മീറ്റേഴ്സ് ആയിരിക്കും യൂഷ്വലി, നോർമലി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എപ്പോഴും മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കുന്നത് ജനറൽ ആയിട്ട് കേട്ടോ. When a current is passed through the coil in the magnetic field, the coil experiences a torque proportional to the current. Coil will experience a torque proportional to the current. കറണ്ടിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ടോർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യും. The coil spring provides the controlling spring. നമ്മൾ രണ്ട് സ്പ്രിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരു ആളുടെ പണി കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ടും മറ്റേ ആളുടെ പണി കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞിരുന്നു ഇല്ലേ? ഇപ്പൊ രണ്ടുപേരും ബാലൻസ് ചെയ്യുന്ന സമയത്ത് അത് നിൽക്കുള്ളൂ കേട്ടോ. The deflection of a needle is attached to the point is proportional to the current. ഈ നീഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോയിന്റർ എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? കറണ്ടിനോട് പ്രൊപ്പോർഷണൽ ആണ്. Damping is caused by the eddy current set up in the aluminum coil, which prevents the oscillation of this coil. ഇവിടെ നമുക്ക് എല്ലായിടത്തും നമ്മൾ പറഞ്ഞിരുന്നു ഈ ഡാമ്പിങ്ങിന്റെ ആവശ്യം എന്താണ്? ഓസിലേഷൻസിനെ മിനിമൈസ് ചെയ്യാൻ, സെറ്റിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വെക്കുന്നത്? കോയിൽ. നമുക്കൊരു ഡാമ്പിംഗ് ടോർക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അത് ആരാണ് കൊടുക്കുന്നത്? The damping is caused by the eddy current set up in the aluminum coil, which prevents the oscillation of the coil. Okay. PMMC instrument. Next we will move on to the torque equation of the PMMC instrument. Torque equation of the PMMC instrument. നമ്മൾ നേരത്തെ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സിന്റെ ടോർക്ക് ഇക്വേഷൻ കണ്ടിരുന്നു. എന്ത് പറഞ്ഞിട്ടാണ്? TD is equal to TC ആവണം, TC is equal to K ആണ്, മറ്റത് ഹാഫ് LI² ആണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഡിഫ്ലക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി കറണ്ട് എന്ന് അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ PMMC ഇൻസ്ട്രുമെന്റിന്റെ ടോർക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. L is the length of the എല്ലും ഡിയും രണ്ട് ടേംസ് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് റെസ്പെക്റ്റീവ്ലി വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സൈഡ് ഓഫ് ദി കോയിൽ. ഈ കോയിലിന്റെ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ സൈഡിന്റെ ലെങ്ത്തും വിഡ്ത്തും കൂടെ ചേർന്നാണ് എല്ലും ഡിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. N is the number of turns in the coil. B is the flux density in air gap. Flux density unit Weber per meter square അല്ലെങ്കിൽ Tesla. Current is the I is the current moving through the coil. Ampere ആണ് യൂണിറ്റ്. K is the spring constant of the suspension and the unit Newton meter per radian ആണ്. Theta F is the final steady state deflection of the moving coil. അതിന്റെ തീറ്റ എപ്പോഴും റേഡിയനിലാണ് കൊടുക്കുന്നുണ്ടാവുക, ഡിഗ്രിയിലല്ല. നമ്മൾ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു സൈഡിൽ കോയിലിന്റെ ഒരു സൈഡിലെ ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് ഇസ് ഈക്വൽ ടു BIL സൈൻ തീറ്റ അല്ലെങ്കിൽ BIL സൈൻ ആൽഫ. നമുക്ക് ഒരു കോയിൽ ഉള്ളൂ എന്ന് കഴിഞ്ഞാൽ BIL സൈൻ തീറ്റ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ BIL സൈൻ ആൽഫ എന്ന് കൊടുക്കാം. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ, നമ്പർ ഓഫ് ടേൺസ് n ആണെങ്കിൽ n BIL സൈൻ ആൽഫ. അതിൽ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഇസ് ദി ഡിഫ്ലക്ഷൻ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറും. ആൽഫ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദി കണ്ടക്ടർ. ഫീൽഡ് റേഡിയൽ ആണെങ്കിൽ ആൽഫ എന്താവും? 90 ഡിഗ്രിയോ. ആൽഫ 90 ഡിഗ്രി ആണെങ്കിൽ സൈൻ ആൽഫ എന്താവും? സൈൻ ആൽഫ 1 ആവും അല്ലേ? ആൽഫ 90 ഡിഗ്രി ആണെങ്കിൽ സൈൻ 90 എത്രയാണ്? 1 ആണ്. അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്രഷൻ ഫോഴ്സ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ കോയിൽ എന്തായി മാറും? NBIL എന്ന് വരും ഇല്ലേ? ഈ ഇക്വേഷൻ നിങ്ങൾ ബേസിക്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലേ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു BIL സൈൻ തീറ്റ, NBIL സൈൻ തീറ്റ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. ആൽഫ റേഡിയൽ ആണെന്ന് വെച്ചാൽ ആൽഫ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സൈൻ ആൽഫ സൈൻ 90 1. അപ്പോൾ എന്തായി മാറി എക്സ്പ്രഷൻ? NBIL എന്ന് മാറി.
ഫോഴ്സ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ കോയിൽ ഇസ് ഗിവൺ ബൈ NBIL. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD ഈക്വൽ ടു ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയാം അല്ലേ? ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും എക്സ്പ്രഷൻ? ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് എന്ത് ഡിസ്റ്റൻസ് ആയിരിക്കും? നമ്മുടെ വിഡ്ത്ത്, നമ്മുടെ കോയിലിന്റെ വിഡ്ത്ത്. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് NBIL ഇൻറ്റു ഡിസ്റ്റൻസിന്റെ എക്സ്പ്രഷൻ D, where D is the എന്താണ് നമ്മളിവിടെ D എന്ന് പറഞ്ഞു? D is the horizontal side അല്ലെങ്കിൽ width of the coil. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്തായി മാറി? NBI ഇൻറ്റു NBI ലെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് എഴുതി? അതിന്റെ ആ കോയിലിനെ സംബന്ധിച്ചിടത്തോളം ലെങ്ത്തും ഡിസ്റ്റൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വലന്റ് ആയിട്ട് മാറി? ഏരിയ ഓഫ് ദ കോയിൽ ആയിട്ട് മാറി. ഐ റിപ്പീറ്റ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് എഴുതി. ആ ഫോഴ്സ് എന്താണ്? NBIL എന്നാണ്. ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ദൂരം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് D, ദാറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് ദ കോയിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സൈഡ് ഓഫ് ദ കോയിൽ ആണ്. അപ്പോൾ നമുക്ക് NBI ഇൻറ്റു LD എന്ന് കിട്ടി ഇല്ലേ? L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, D എന്ന് പറയുന്നത് വിഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്തായി മാറി? NBI ഇൻറ്റു A, വേർ A is the area of the coil. A is equal to L into D, that is area of the coil. Area of the coil the unit എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ. Okay. Okay. Then deflecting torque is equal to നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. Deflecting torque is equal to NBL into DL. നമ്മൾ തൊട്ട് മുൻപത്തെ എക്സ്പ്രഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നതാണ്. That is equal to GI എന്നും കൂടെ എഴുതാണ്. Where G is a constant. That is equal to NBLD. Okay. ഇനി നമ്മുടെ സ്പ്രിംഗ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസ്റ്റോറിംഗ് ടോർക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക് ഉണ്ട്. അതിന്റെ എക്സ്പ്രഷൻ എന്താണ്? TC is equal to K theta. TC is equal to K theta. Okay. TC is equal to K theta where K is the spring constant. TC equal to K theta where K is the spring constant. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്ലക്ഷനിൽ TC should be equal to TC should be equal to TD or GI is equal to K theta. GI is equal to K theta എന്ന് എഴുതാൻ പറ്റും. GI is equal to K theta or theta is equal to G by K into I. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇല്ലേ? G by K into I and the current is given by K by G into theta. എന്ന് കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? K by G into theta ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തറിയാം? Current will be proportional to theta. For theta is the deflection. Okay. As the deflection is directly proportional to the current passing through the meter or passing through the instrument, we get a uniform scale for each instrument. ഒരു ഇൻസ്ട്രുമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്കെയിൽ യൂണിഫോം ആയിരിക്കും. അതേസമയം മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റിന് അത് അങ്ങനെ ആയിരുന്നില്ല, പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി കറണ്ട് ആയിരുന്നു അല്ലേ? അപ്പോൾ സ്കെയിൽ യൂണിഫോം ആയിരിക്കില്ല. ഇതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇതിന്റെ സ്കെയിൽ യൂണിഫോം ആണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിന്റെ സെൻസിറ്റിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? അപ്പോൾ നമ്മളിതിന് ഒരു ഇൻസ്ട്രുമെന്റിനെ പറ്റി പറഞ്ഞു. ഇനി അതിന്റെ സെൻസിറ്റിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറ്റും. ദ കോയിൽ ഇസ് സസ്പെൻഡഡ് ബൈ എ ഫോസ്ഫർ ബ്രോൺസ് ഫിലമെന്റ് അറ്റ് ദ ടോപ്പ്. ഈ കോയിലിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫോസ്ഫർ ബ്രോൺസ് ഫിലമെന്റ് വെച്ചിട്ട് നമുക്കിതിനെ മുകളിൽ നിന്ന് തൂക്കിയിടാൻ പറ്റും. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ചെറിയ സ്മോൾ മിറർ ഇസ് അറ്റാച്ച് ടു ദി സസ്പെൻഷൻ ആൻഡ് എ ലൈറ്റ് ബീം ഇസ് ത്രോൺ ഓൺ ഇറ്റ്. ഒരു സ്മോൾ മിററിനെ അറ്റാച്ച് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്കൊരു ലൈറ്റ് ബീമിനെ ലൈറ്റ് ബീമിനെ ഇങ്ങനെ അടിക്കാൻ പറ്റും. ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ബീം ഫാൾസ് ഓൺ ദി കാലിബ്രേറ്റഡ് സ്കെയിൽ. അപ്പോൾ ഈ സ്കെയിലിന്റെ മുകളിൽ ഈ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു മിറർ വെച്ചു. ഈ സസ്പെൻഷന്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതിന്റെ മുകളിൽ ഒരു മിറർ വെച്ചു. അവിടെ ഒരു ലൈറ്റ് സോഴ്സ് വഴി ഇതിന്റെ മുകളിലേക്ക് ഒരു ലൈറ്റ് അടിച്ചു. എന്നിട്ട് ഈ ലൈറ്റ് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് സ്കെയിലിന്റെ മുകളിലേക്ക് പോയി തട്ടി. When the current is passed through the coil is deflected by an angle theta and the light beam rotates by an angle 2 theta. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ടാവും? ഇത് theta റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ബീം 2 theta റൊട്ടേറ്റ് ചെയ്യും. ബീം മൂവ്സ് ഓൺ ദി സ്കെയിൽ. This way, even a small deflection makes the light beam move over the scale by a large distance, providing a high sensitivity to the instrument. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. എന്തിന്? PMMC ഇൻസ്ട്രുമെന്റിന്. ഓക്കെ. ഇനി സ്കെയിൽ എങ്ങനെയാണ്? ഇതിന്റെ സ്കെയിൽ യൂണിഫോം സ്കെയിൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഇനി ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെയാണ്. എന്തായിരിക്കും അഡ്വാൻറ്റേജ്? സെൻസിറ്റിവിറ്റി കൂടുതലാണ്, സ്കെയിൽ യൂണിഫോം ആണ്, വേറെ അധികം ഷീൽഡിംഗ് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിതിൽ വീഡിയോ നിർത്തുകയാണ്, കാരണം 15 മിനിറ്റ് ആവാറായി. പക്ഷേ ഇത് AC ഇൻസ്ട്രുമെന്റിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ ഡ്രോബാക്ക് പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ആൾ.